അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ
അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാനാണ് നമ്മൾ ഇന്നലെ ഈശോ പറഞ്ഞത്. പക്ഷേ അങ്ങനെ വളരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. അതാ വചനത്തിലുണ്ട്. 16:8 വായിച്ച എസെക്കിയേലിന്റെ, ഞാൻ വീണ്ടും ദൈവം വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയി നിന്നെ നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എന്റേതായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനത്തോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ കർമ്മവും ദൗത്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാമാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. അത് എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണേ, എന്തിനാ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്തിനാണ്? ദൈവത്തിൻ്റെ സ്വന്തമാകാനും, സ്വന്തമായി അഭിമാനത്തോടെ ജീവിക്കാനും, മനുഷ്യന്മാരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഇടമാണ് നമുക്ക് ഉടമ്പടി തരണത്. എൻ്റെ പേര് സക്രിയ സ്റ്റീഫൻ. ഞാൻ വരുന്നത് മുണ്ടക്കയത്തു നിന്നാണ്. ഞാൻ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന 23/8/2023. അതിന് കാരണം 2022 ഞാൻ എൻജിനീയറിംഗ് എക്സാം പാസ്സാകാതെ ഫെയിൽഡായിപ്പോയി. എനിക്ക് 14 സപ്ലി ഉണ്ടായിരുന്നു എക്സാമിന്. അതപ്പം ഞാൻ അതൊന്നും കാര്യമാക്കാതെ പിന്നെ എഴുതാമെന്ന് വിചാരിച്ചു. അപ്പം ഭയങ്കര മാനസിക സംഘർഷമുള്ള സമയമായിരുന്നു ആ ടൈം. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു, ഇതാണ് എൻ്റെ അമ്മ. അപ്പം അമ്മ പറഞ്ഞു എന്നോട്, എടാ നീ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്ക്. പക്ഷേ എനിക്ക് അതിനോടും ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മറ്റുള്ളവർ പറയുമ്പോൾ കളിയാക്കുമ്പം ഞാൻ പറയും കൃപാസനം വെറും ഫ്രോഡാ, കൃപാസനത്തിൽ പേപ്പർ ഒക്കെ ചുമ്മാ വണ്ടിയുടെ അതിനകത്ത് ഇട്ട് വണ്ടി ഓടും എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആക്ഷേപങ്ങൾ ന്യൂസിലൂടെ ഇതുമൊക്കെ വരുന്നുണ്ട്. ഞാനും അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ 23 ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുഴപ്പമില്ലാതെ പോയി. പിന്നീട് അത് വീണ്ടും പയ്യെ ഉഴപ്പായി. ആ സമയത്ത് എൻ്റെ എക്സാം വന്നു. ആദ്യത്തെ എക്സാം ഞാൻ എഴുതി. 14 എക്സാം ഉണ്ട്. ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ 2 എണ്ണം കിട്ടി. ബാക്കി വീണ്ടും 12 എണ്ണം കിടക്കുക. പക്ഷേ ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഒക്കെ അങ്ങനെ പോയി. പക്ഷേ എന്നിട്ടും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഞാൻ അന്നപ്പം വിശ്വാസം എനിക്ക് കുറച്ച് ആയി തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞപ്പം 2 എക്സാം വീണ്ടും ഞാൻ എഴുതി. പക്ഷേ ഫെയിൽഡായിപ്പോയി. അന്നപ്പോഴാണ് നമ്മുടെ ജോസഫ് അച്ഛൻ യൂട്യൂബിലൂടെ പറഞ്ഞു, റീവാലുവേഷന് കൊടുക്കാൻ പറ്റുന്നവർക്കെല്ലാം കൊടുക്കാം, ഇപ്പം കൊടുക്കാം, ആ എക്സാം ജയിക്കും. അപ്പം ഞാനതൊട്ടും വിചാരിച്ചില്ല. പക്ഷേ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ കൊടുക്ക്, ചിലപ്പം ജയിക്കും. അച്ഛൻ പറഞ്ഞില്ല, ജോസഫ് അച്ഛൻ ഇങ്ങനെ റീവാലുവേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയി റീവാലുവേഷന് കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ ആ 2 എണ്ണം ജയിച്ചു. വീണ്ടും 10 എണ്ണം കിടക്കുക. പക്ഷേ അന്നപ്പോൾ 2024 എത്താറാകാറായി. 2023 ടൈമിലാണ് ഈ സമയം നടക്കുന്നത്. 10 എണ്ണം എക്സാം. ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ഇതാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ജയിച്ചോളും പറഞ്ഞ് അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി.
10 എക്സാമിന് വേണ്ടി 10 എക്സാം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. 6-7 ദിവസം രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെ രാവിലെ വൈകിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു മൊത്തത്തിൽ എഴുതേണ്ടത്. അങ്ങനെ എഴുതി എനിക്കറിയത്തില്ല ഏതൊക്കെ എക്സാമാണ്. 4 ചിലപ്പോൾ ഒരു എക്സാമിൻ്റെ പേപ്പറിനകത്ത് 4 പേപ്പർ വരെയൊക്കെ ഞാൻ എഴുതുള്ളൂ. കാരണം എനിക്ക് അത്ര എഴുതാൻ പറ്റുള്ളൂ എന്നെയും കൊണ്ട്. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ ഇരിക്കുന്ന കാശിരൂപമുണ്ട്. കാശിരൂപം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇങ്ങനെ കൊന്തവല്ലുകയും അതൊക്കെ ചെയ്യുകയായിരുന്നു. എല്ലാം പേപ്പറിനും എല്ലാം 4 പേപ്പർ നോക്കുമ്പം തന്നെ എനിക്കറിയാം ഇത് ഫെയിൽഡായി പോവും ഞാൻ എക്സാം. ഒരു കാര്യം ടീച്ചേഴ്സ് വരുമ്പോൾ ചോദിക്കും എന്തെങ്കിലും എഴുതുന്നുണ്ടോ, ഇനി ഇപ്പോൾ എന്ന് ജയിക്കും, ഇത്ര എക്സാം ഇല്ലേ. പക്ഷേ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ 4 ആകെ അതിനകത്ത് നോക്കുമ്പം തന്നെ അവർ ടീച്ചേഴ്സ് നോക്കുമ്പം തന്നെ അറിയാം ജയിക്കാൻ പാടാ. 4 പേപ്പറിനകത്ത് എഴുതിയിട്ട് എന്ത് മാർക്ക് കിട്ടാനാണ്? 10-60 മാർക്ക് കിട്ടണം, എങ്കിലേ ജയിക്കുകയുള്ളൂ. പക്ഷെ ഞാൻ കാശിരൂപം ഇരുന്ന് അത് ഈ കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ച് നമ്മൾ റബ്ബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് വരച്ച് ഇങ്ങനെ കൊന്തയും ചൊല്ലി ഒക്കെ ഇരിക്കുമായിരുന്നു. അവസാനം അതുപോലെ തന്നെ ഒരു എക്സാം എനിക്ക് അറിയത്ത് പോലുമില്ല. ആ എക്സാം ഡേറ്റ് വന്നു, പക്ഷേ ഞാൻ ആ എക്സാം എഴുതാൻ പോലും അന്നത്തെ ദിവസമാണെന്ന് പോലും അറിയാതെ പെട്ടെന്നൊരു ദിവസം അമ്മ എന്നോട് ചോദിച്ചു, ചേട്ടാ നിനക്ക് എന്നാ എക്സാം? ഞാൻ പറഞ്ഞു അമ്മ എനിക്കിന്ന് 11:30 തോന്നുന്നു, അപ്പോൾ ഇന്നാണോ ആ എക്സാം ഡേറ്റ്? പക്ഷേ ഞാൻ ഉടനെ തന്നെ അവിടെ കോളേജിൽ പോയി ആ എക്സാം എഴുതി. ഇത് പഠിക്കാത്ത എക്സാമാണ്. ആ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നു. ഇത് പറഞ്ഞു അങ്ങനെ ഒരു 2 മാസം കാലാവധി കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫുൾ പാസ്. 10 എക്സാമും ഞാൻ ഫുൾ പാസ്സായി ജയിച്ചു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു എക്സാം ഉണ്ട്, ഒരു UK ബേസ്ഡ് കമ്പനി, UK-യുടെ ഒരു എക്സാം ആയിരുന്നു. ആ എക്സാം എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം രൂപയാണ് ആ എക്സാമിന്. അത് ഒരു എക്സാം എഴുതണമെങ്കിൽ, കാരണം ആദ്യത്തെ എക്സാം എഴുതി അതിന് 3 തിയറി പേപ്പറാണ്. അപ്പം 2 പേപ്പർ എനിക്ക് കിട്ടി, ഒരു പേപ്പർ ഞാൻ ഫെയിൽഡായി പോയി. അത് 1 മാർക്കിനാണ് ഞാൻ ഫെയിൽഡായി പോയത്. അതും ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ എന്നെ പ്രാർത്ഥിച്ച് വിട്ടു. ഞാൻ അവിടെ ചെന്ന് കാശിരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കാശിരൂപവും ഉപ്പും ഇതെല്ലാം. എല്ലായിടത്തും ഞാൻ പോകുമ്പോൾ ഉപ്പ് ഒന്നെങ്കിൽ വെളിയിലോ അല്ലെങ്കിൽ കോളേജിൻ്റെ എക്സാം സെൻറ്ററിൻ്റെ അകത്തോ ഒക്കെ ഇടും. ഈ എക്സാമിന് ആദ്യത്തെ പോയി എക്സാം എഴുതി 2 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. എനിക്ക് 70% വേണം, അതിനകത്ത് 2 മാർക്ക് ഞാൻ തോറ്റുപോയി. വീണ്ടും ആ എക്സാം എഴുതാൻ വേണ്ടി ഈ കഴിഞ്ഞ ഡിസംബർ 7-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിനെയും കണ്ട് പറഞ്ഞിട്ട് പോയി, മാതാവ് എനിക്ക് കിട്ടണം, എന്നെ മാതാവിൻ്റെ അപേക്ഷ പോലെ ഇരിക്കും പറഞ്ഞ എല്ലാം. ഞാൻ അവിടെ ചെന്നു, എക്സാം എഴുതിയപ്പോഴും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടാബേലായിരുന്നു ചെയ്യേണ്ടത് എക്സാം. അവിടെ ചെന്നു ലിഫ്റ്റേ വരെ ഞാൻ തൈലം എടുത്ത് തേക്കുമായിരുന്നു. എല്ലാ കൂടെ ഉള്ളവരും ചോദിക്കും എന്തുവാണ് നീ കാണിക്കുന്നത് തൈലം ഒക്കെ. ഞാൻ പറഞ്ഞ ദേഹത്ത് ഞാൻ തലയിലും ദേഹത്തും എല്ലാം തേച്ചിട്ട് ഞാൻ കണ്ണെല്ലാം തേച്ചിട്ടാണ് ലിഫ്റ്റേ വരെ തൈലം തേച്ചിട്ട്, മാതാവ് ഇനി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നൊക്കെ ഞാൻ പറയും. അവിടെ ചെന്ന് കയറി ഞാൻ എക്സാം എഴുതി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു 30 മാർക്കൊക്കെ ഉള്ളായിരിക്കും. എനിക്ക് 56 മാർക്ക് വേണം ജയിക്കാൻ. പക്ഷെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 30 മാർക്കേ ഉള്ളൂ. ഇതെങ്ങനെയാണ്? അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്താണ് എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ആളെയാ റിസൾട്ട് വന്നു, നീ പാസ്സായി, ഞാൻ 2 മാർക്കിനാണ് നീ ജയിച്ചതെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അനുഭവം തന്നെയാണ്, സാക്ഷ്യം തന്നെയാണ്. അതുപോലെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാനല്ല, പള്ളിയിലും ഇവിടെയൊക്കെ പോവുമായിരുന്നു. പക്ഷേ അത്യാവശ്യം അങ്ങനെ. പക്ഷേ കൃപാസനത്തിൽ വന്നതോടെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാനും വേദപുസ്തകം വായിക്കാനും ഇതൊക്കെ ആയി. അതിൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന പോലെ നോട്ട് ദ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് എന്ന് തന്നെ വിശ്വസിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ചേച്ചിയുടെ ജോലിയുടെ ഒരു പ്രശ്നമുണ്ടായി UK-ൽ. ആ ചേച്ചിക്ക് ജോലി ഇല്ലാതെ വന്നു. അവിടെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പം അതും നടന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം 7 വർഷമായി. അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു, ഞാനും അമ്മയും എല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ ഒരു ദിവസം പോയി അവിടെ പോയി ഉപ്പിട്ടതിൻ്റെ 2ാമത്തെ ദിവസം ആ സ്ഥലം വിറ്റുപോകുകയും ചെയ്തു. അതൊരു വലിയ സാക്ഷ്യം. ഒത്തിരി അനുഭവങ്ങൾ കൃപാസനത്തിൽ വന്നതോടെ ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെയാണ് പത്രം, എൻ്റെ ഈ കൃപാസനത്തിൻ്റെ പത്രം ഒരു ദിവസം വീട്ടിന് റെനോവേഷൻ സമയത്ത് കാണാതെ പോയി. ഞാൻ വീട്ടിലില്ലായിരുന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പത്രം എടുത്തപ്പം പത്രം കാണുന്നില്ല, ഉടമ്പടി പത്രം കാണുന്നില്ല. ഈ ഉടമ്പടി പത്രം അപ്പം ഞാൻ തപ്പി, വീട് മൊത്തം തപ്പി, ഒരു വഴിയില്ല. അവസാനം അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ ചെയ്യും, ഇത് എവിടെ പോയി അറിയത്തില്ല. ഇനി വേസ്റ്റ് വന്നപ്പം ഞങ്ങൾ അവിടെ ഒരു ഇടത്ത് കൊണ്ടുവന്ന് കളയുകയും ചെയ്തു. ആ കളയാൻ കൊണ്ടുപോയി വേറെ 2 ചേട്ടന്മാരാണ്, അവരെ എടുത്തുകൊണ്ട് ഇതും കൂടി കൊണ്ടുപോയി കളയുകയും ചെയ്തു. അമ്മയ്ക്ക് അങ്ങനെ, അമ്മയും ഞാനും അന്ന് വൈകിട്ടിരുന്ന് പ്രാർത്ഥിച്ച്
ഒരു വഴിയില്ല, സങ്കടപ്പെട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഉടമ്പടി പത്രമാണ്, ഇനി കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇനി വീണ്ടും വന്ന് ആദ്യമായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് വരേണ്ടി വരും. അവിടെ ചെന്ന് അതുപോലെ അന്ന് രാത്രി അമ്മ ഇവിടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയുടെ മനസ്സിൽ മഴവില്ലൊക്കെ കാണിച്ചു. മഴവില്ല് കാണിക്കുകയും എടാ ഇതിങ്ങനെ അമ്മയുടെ മനസ്സിൽ കാണിച്ചു, ഏതൊരു തോട്ടം സ്ഥലം എന്നൊക്കെ. അപ്പം അമ്മ പറഞ്ഞു, എടാ എൻ്റെ സംശയമുണ്ട്, അവിടെ മാതാവ് ഇങ്ങനെ രാത്രി കാണിക്കുന്നു, മനസ്സിൽ വന്ന് കാണിച്ചു, അവിടെ ഈ തോട്ടത്തിൽ നിൻ്റെ കാശീരൂപവും ഈ പത്രവും ഇതെല്ലാം അവിടെ കിടപ്പുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര മഴയായിരുന്നു. അതൊരു ഈ പന്നിയും ഇതൊക്കെ വരുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് രാവിലെ ഞാനും അമ്മയും കൂടി നടന്ന് അങ്ങ് അവിടെ ചെന്ന് നോക്കിയപ്പം മഴയൊക്കെ പെയ്ത് ഈ പത്രത്തിനൊന്നും പറ്റിയില്ല, കാശിരൂപവും പോയില്ല, ഈ പത്രത്തിൻ്റെ സൈഡ് മാത്രം പോയുള്ളൂ. അത് ഒരു നനയാതെ ഈ പത്രത്തിൽ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ലാതെ. അതെനിക്ക് ഏറ്റവും വലിയ വിശ്വാസമായിപ്പോയി. കൃപാസനത്തെ അമ്മയോട് ഞാൻ വന്ന് അപേക്ഷ പ്രാർത്ഥിച്ചതാണ്. പിന്നെ അതുപോലെ പ്രേക്ഷിത പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് കൊടുക്കും ആശുപത്രികളിൽ, അതുപോലെ പത്രം കൊടുക്കും. പത്രം ഞാൻ ആശുപത്രികളിലാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ ഇടയ്ക്ക് ഡെലിവറി ബോയ് ആയിട്ട് ഓടുമായിരുന്നു. ഡെലിവറിക്ക് പോകുമ്പം ഡെലിവറി സാധനം കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഓരോ പത്രവും കൂടി ഓരോരുത്തർക്ക് കൊടുക്കും. ചിലവർ വേണ്ടാന്ന് പറയും, ചിലവർ വേണമെന്ന് പറയും, ചിലവർ നമ്മളെ കളിയാക്കും. അതൊന്നും എനിക്ക് സാരമില്ല. എനിക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ മാതാവായ തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ വന്നത് ആത്മീയ ജീവിതം എനിക്ക് കുറച്ചും കൂടി പ്രാർത്ഥിക്കാൻ പറ്റി. അതുപോലെ വേദപുസ്തകമൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടും, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ വേദപുസ്തകം നല്ല വൃത്തിയായി അത് മനസ്സിലാക്കി വായിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ദേഷ്യപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ഭയങ്കരമായിട്ട് ആരെങ്കിലും ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഞാൻ പെട്ടെന്ന് ചാടിക്കയറി ദേഷ്യപ്പെടും. അതൊക്കെ എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടായി. ദേഷ്യപ്പെടുന്നതൊക്കെ സൈലൻ്റ് ആയിപ്പോയി. അതുപോലെ ഞാൻ ആര് സഹായം ചോദിച്ചാലും, സാമ്പത്തികമായാലും ആര് സഹായം എന്നോട് ചോദിച്ചാലും ഞാനത് ചെയ്തു കൊടുക്കും. ഇപ്പം പണ്ടൊക്കെ ഞാൻ നോ പറയുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ എസ് എന്നാ പറയുള്ളൂ. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആർക്കും എപ്പം വിളിച്ചാലും ഞാൻ റെഡിയായിട്ട് കൊടുക്കും. അതൊക്കെ എനിക്ക് ഒരു ദൈവത്തിനോടും അല്ലെങ്കിൽ ആ മാതാവിനോടും ഇങ്ങോട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, കൃപാസനത്തിനെ ആരും തള്ളിപ്പറയരുത്. തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ ചേച്ചിയും. പക്ഷേ ഞങ്ങൾ അമ്മയോട് കളിയാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞങ്ങളെ നേരെ തിരിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. അമ്മയോടും കൃപാസന അമ്മയോടും എല്ലാം നന്ദി അറിയിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷി ആകുവാനായിട്ട് എന്നെ എൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം പറയുന്നു. ഇതെൻ്റെ മോന്, ഇതെൻ്റെ ബ്രദറ്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. 2024 മെയ് 1 ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 21/11/2019 ആദ്യമായിട്ട് ഞാൻ സാക്ഷ്യം ഉടമ്പടി വന്ന് ഇവിടെ എടുത്തത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ, പല സംബന്ധമായ കേസ്, അങ്ങനെ ഓരോരോ പിള്ളേരുടെ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതൊന്ന് ഞാൻ കാണാൻ വേണ്ടി ഇവിടെ വന്ന് നിന്ന് നോക്കിയപ്പം എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി. ഞാൻ ആ സ്പോട്ടിൽ തന്നെ എൻ്റെ മാതാവിൻ്റെ ആ സാന്നിധ്യം തിരിച്ചറിയും ഞാൻ അന്നേരം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോവുകയായിരുന്നു. ഇപ്പോൾ ഞാൻ സാക്ഷ്യം എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. ഒത്തിരി ഞാൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞതിനകത്ത് ഒത്തിരി ആയുള്ളതാണ്. ഇനിയിപ്പം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ബ്രദറിന് വേണ്ടിയാണ്. ഇതെൻ്റെ ഏക ഒരു ബ്രദറാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ 13 പെൺപിള്ളേർ കൂടെ ഉള്ള ഏക ഒരു ബ്രദറാണ് ഇവന് കല്യാണം കഴിഞ്ഞ് 2007 ഇവൻ കുമ്പസാരിച്ചില്ല. 18 വർഷമായിട്ട് ഇവൻ കുമ്പസാരിക്കുകയോ പള്ളിയിൽ പോവുകയോ, ഉള്ളിൽ ചിലപ്പം പ്രാർത്ഥന ഉണ്ടെന്നായിരിക്കും, പക്ഷേ ഞങ്ങളൊന്നും ആയിട്ട് ഇവനാ ഭയങ്കരമായിട്ട് മദ്യം ഉപയോഗിക്കുമായിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു ദിവസം 4 കുപ്പിയോളം. അതൊക്കെ അവൻ ഇനിയും പറഞ്ഞോളും അവൻ്റെ ജീവിതത്തിൽ. എന്തായാലും ഇവന് കഴിഞ്ഞ വർഷം ഒരു വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഇവൻ്റെ കാല് ഒരു വലിയൊരു മുറിവുണ്ടായി. ആ മുറിവ് വല്ലാതെ പഴുത്ത് വ്രണമായി. കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ മെഡിക്കൽ കോളേജിൽ അവിടുന്ന് അവരവിടെ മുറിക്കാൻ ചെന്നു. പക്ഷേ ഇവരെ അറിഞ്ഞു. പെട്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഓടിച്ചെന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് പേടിയായി പോയി. കാരണം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിച്ചു അവൻ്റെ കാല് മുറിച്ച് കളയുമോ എന്നുള്ളൊരു പേടി കണ്ടപ്പോൾ ഡോക്ടർമാരും എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ മാതാവിനോട് കരഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ പറഞ്ഞു, മാതാവേ എൻ്റെ ഈ കുഞ്ഞിനെ അമ്മ മാതാവിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉപ്പും തൈലവും
തേനും ഒക്കെ ഉണ്ട്. ഞാനതെടുത്ത് ഇവൻ കറച്ചിയോടെ ഭയങ്കര ബഹളം അവിടെ കിടന്നു. അപ്പോൾ ഞാനിവൻ്റെ കാലയിൽ ഇവനറിയാതെ അത് തേച്ച് വെച്ച് അവൻ എന്നാ ചെയ്യേണ്ടതെന്നറിയാം. ഭ്രാന്തന്മാർ കാണിക്കുന്ന പോലാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനത് തേച്ച് വെച്ച് പ്രാർത്ഥിച്ചു. പത്രം ഉണ്ടായിരുന്നു ഇവൻ്റെ തലവണയ്ക്ക് അടിയിൽ ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് വിശ്വാസപ്രമാണം എല്ലാം പ്രാവശ്യം അന്ന് രാത്രി ഇവൻ നന്നായി കിടന്നുറങ്ങിയെന്നാണ് അടുത്തുള്ള കട്ടിലേ കിടന്നവരെല്ലാം പറഞ്ഞു. പിന്നെ ഇവനെ ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇവൻ മാതാവിൻ്റെ ഒരു മകനായിട്ട് തിരിച്ചു വന്നാൽ അമ്മയുടെ ഈ തിരുസന്നി ഞാൻ ഇവനെ കൊണ്ടുവരും. അതിനുള്ളൊരവസരം എനിക്ക് ഇന്നൊരുക്കി തന്നെൻ്റെ മാതാവ്. അവൻ്റെ കാല് മുറിച്ച് കളയേണ്ട വന്നില്ല. അവിടുന്ന് തിരിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് വിട്ടു. അവനെ ഞങ്ങൾ 1 വർഷമായിട്ട് ശുശ്രൂഷിച്ച് ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ബന്ധുക്കാരും സ്വന്തക്കാരുമായിട്ട് യാതൊരുവിധ ഇതും അവനില്ലായിരുന്നു. ആരുമായിട്ട് കണക്റ്റോ ഒന്നുമില്ല. പക്ഷേ അവൻ ഞങ്ങളുടെ കൂടെ വന്ന് അവൻ ഇപ്പം മാതാവിൻ്റെ നല്ലൊരു മകനാണ്. ഇവനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഇവനിങ്ങനെ വന്നോന്നുള്ള. അത്രയും ഒരു പാപമായ ജീവിതത്തിലേക്ക് പോയ ഒരാളാണ്. ഇനി ബാക്കിയൊക്കെ അവൻ പറയും. പിന്നെ എൻ്റെ മാതാവ് സിസ്റ്ററമ്മ പറഞ്ഞായിരുന്നു, എൻ്റെ മോടെ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി UK ഞാൻ പ്രാർത്ഥിച്ച് അത് കിട്ടി. ഞാൻ പറയണ്ട, അവർ വന്നിട്ട് അവരിനി സാക്ഷ്യം പറയാൻ വേണ്ടി എല്ലാവരുടെ വരും. അന്നേരം അത് പറയാം. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും രക്ഷിതപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. ഇവിടുന്ന് വന്ന് രണ്ട് എനിക്ക് തരുന്നതിനേക്കാളും കൂടുതലും 2ഉം 3ഉം കിട്ടും. വീണ്ടും ഞാൻ കൂടുതലും വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്കൊരു മടിയില്ല എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ. ഞാൻ കൂടുതലും കൊടുക്കുന്ന ഹോസ്പിറ്റലിലാണ്. പറഞ്ഞു കൊടുക്കും, എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. ഇത് കൊടുക്കാൻ പൈസ കൊടുക്കാണ്ട് സാമ്പത്തികമായിട്ട് ആര് വന്ന് ചോദിച്ചാലും എനിക്കും ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കില്ല. ഇപ്പം എല്ലാവരും ആരെന്നോട് എന്നാ പ്രശ്നം വന്ന് പറഞ്ഞാലും ഒരു പുഞ്ചിരിയോടുകൂടി അവരോട് ചോദിക്കാൻ അവർക്കൊരു സാന്ത്വനമായിട്ട് എനിക്ക് അവരിൽ പ്രവർത്തിക്കാൻ തക്കണം കാര്യം. അതുകൊണ്ട് ധാരാളം ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കാറും കാര്യങ്ങളും. ഞാൻ ഒത്തിരി ആൾക്കാരെ ഇവിടെ വിട്ടിട്ടുണ്ട്. മോനിപ്പം സാക്ഷ്യം പറഞ്ഞു, അതിന് ഞാനും എഴുതി വെച്ചതാണ്. അവന് 2 മാർക്ക് കിട്ടി മാതാവേ തരണമെന്ന്. അതുപോലെ തന്നെ മാതാവ് അവനെ ജയിപ്പിച്ചു തന്നു. 2 മാർക്ക് കൊടുത്ത് ജയിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ 7-ാം തീയതി ഞങ്ങൾക്ക് ഇവിടെ വന്ന് മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം എനിക്ക് തന്നു. പിന്നെ ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. ഞങ്ങൾക്ക് അങ്ങനെ കൊന്തയൊന്നും ഇല്ല. പക്ഷേ ഞങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ട് കൊന്തയൊക്കെ ചൊല്ലും, ബൈബിള് വായിക്കും. അതുപോലെ തന്നെ ഞാൻ സൺഡേ സ്കൂളിൻ്റെ അധ്യാപികയാണ്. 16 വർഷമായിട്ട് അതിരിക്കുന്നു. സമാജത്തിൽ പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ എൻ്റെ മക്കളെ അതിനോട് ചേർത്ത് നിർത്തിയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 കോടി വന്നു. ഇനിയല്ല, എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ ജീവിതത്തിനും എൻ്റെ മാതാവിനെ വിട്ട് ഞാൻ പോകില്ല. മാതാവിനെ ഉറപ്പിച്ച് ഞാൻ കൈ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 കോടി. പരിശുദ്ധമായ ആൾത്താരയിൽ കുടുംബത്തോടൊപ്പം നിൽക്കാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 4 കുഞ്ഞുങ്ങൾ. ഞങ്ങൾ 19 വർഷമായിട്ട് ഞങ്ങൾ കോതമംഗലം രൂപതയിൽ നെല്ലിമറ്റ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 19 വർഷമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു കുടുംബമായിട്ട്. ഞാൻ അവിടെ സൗദി മിനിസ്ട്രിയിൽ നേഴ്സായിരുന്നു. ഞങ്ങൾ 3 വർഷം മുമ്പ് കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ നാട്ടിലോട്ട് നിർത്തിപ്പോരാൻ തീരുമാനിച്ചു. അങ്ങനെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമാണ് ആദ്യം നാട്ടിലോട്ട് പോകുന്നത്. എൻ്റെ പേപ്പർ വർക്കുകൾ തീരാനും ഡ്യൂട്ടി തീരാനും ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തു. അങ്ങനെ വീട്ടിൽ തനിച്ചായിരുന്നപ്പോൾ യൂട്യൂബ് വഴിയാണ് ഞാൻ കൃപാസന സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായത്. ഞാൻ ആദ്യമേ മുതൽ മാതാവിൻ്റെ ഒരു ഭക്തിയായിരുന്നതുകൊണ്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്കിലായിരിക്കുമ്പോൾ കൃപാസന സാക്ഷ്യങ്ങൾ കേട്ട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് 23 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈക്ക് ഒരു അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. വലത് കൈയുടെ ഫിംഗേഴ്സ് എല്ലാം ഡ്രൈ ആയിട്ട് ചൊറിഞ്ഞ് തടിച്ച് പൊട്ടുമായിരുന്നു. ഞങ്ങൾ ഒത്തിരി ഓയിൻമെൻറ്റ്സ് ഒത്തിരി ഉപയോഗിച്ചു. തൽക്കാലത്തേക്കുള്ള ആശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം കയ്യിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് അദ്ദേഹത്തിന് കഴിക്കാൻ കൊടുക്കും. ഞങ്ങൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു.
അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ കൈക്ക് രോഗസൗഖ്യം ലഭിച്ചു. ചെറിയ അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് ഈ വെറ്റ് കാർപ്പറ്റ്സും ഹൗസ് ഹോൾഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ടച്ച് ചെയ്യുമ്പോഴായിരുന്നു ഈ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒത്തിരി സൗഖ്യം ലഭിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ അടുത്ത സാക്ഷ്യം, എനിക്ക് 2 മാസമായിട്ട് പീരീഡ്സ് ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. മാഡം പറഞ്ഞു നമുക്ക് മെഡിസിൻസ് വേണമെങ്കിൽ തരാം, അതല്ലാന്നുണ്ടെങ്കിൽ 1 വീക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 വീക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പീരീഡ്സ് ആയി. പക്ഷേ അത് ഒരു 15 ഡേയ്സോളം ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് സിവിയർ ബ്ലീഡിങ് ആയിരുന്നു. നമുക്ക് HB 11 to 12 വേണ്ട HB എനിക്ക് വെറും 7 കുറഞ്ഞു. അങ്ങനെ ഒത്തിരി ക്ഷീണമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറെ വീണ്ടും വന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു നമ്മൾക്കൊരു അബ്ഡോമിൻ സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് റൈറ്റ് ഓവേറിയിൽ സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. CA-125 ക്യാൻസർ ആൻറ്റിജൻ ടെസ്റ്റാണത്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 2 hours ആകും റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വീടിനടുത്താണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നാളെ വന്നാൽ മതി, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് കാണിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കെട്ട് കൃപാസനം പത്രം കൊടുക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിനാണെങ്കിൽ എന്ത് ബ്ലഡ് ടെസ്റ്റ് ആണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഇദ്ദേഹത്തോട് പറയാനും പോയില്ല എന്ത് ടെസ്റ്റാണെന്ന്. ഇദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ബ്ലഡ് എടുത്തു കൊടുത്തിട്ട് വീട്ടിൽ പോകാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനം പത്രം കൊടുക്കണം. ഞാൻ അങ്ങനെ എല്ലായിടത്തും നടന്ന് ഹോസ്പിറ്റലിലും വഴിയിലൂടെ നടന്ന് എൻ്റെ കൃപാസനം പത്രം മുഴുവൻ കൊടുത്ത് തീർന്നപ്പോഴത്തേനും എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് വരുന്ന ടൈമായി. ഞങ്ങളങ്ങനെ റിപ്പോർട്ട് കളക്ട് ചെയ്തു, ഡോക്ടറെ കണ്ടു. എൻ്റെ റിപ്പോർട്ട് വെറും 4 റിസൾട്ട് ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നോർമലായിട്ട് CA-125 ബ്ലഡ് ടെസ്റ്റ് ബിലോ 35 ആണ് വരേണ്ടത്. എനിക്ക് വെറും 4 ആക്കി എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ സിസ്റ്റ് ഉള്ളതുകൊണ്ട് 3 മാസം മെഡിസിൻ കഴിക്കണം, അത് റെഗുലറായിട്ട് തന്നെ 3 മാസം കഴിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിസിൻ വാങ്ങിച്ചു. 28 ദിവസം ഞാൻ മെഡിസിൻ കഴിച്ചു, റെഗുലറായിട്ട് തന്നെ കഴിച്ചു. അതിനുശേഷം എനിക്ക് തോന്നി ഞാൻ എന്തിനാണ് ഈ മരുന്ന് മുഴുവൻ കഴിക്കുന്നത്. എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്, ഉടമ്പടി ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇനി മെഡിസിൻ വാങ്ങിക്കണ്ട, നമുക്ക് ഉടമ്പടി തൈലം ഉപയോഗിച്ച് വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി ഉപ്പ് ഞാൻ കഴിച്ചു, വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ 3 മാസത്തിന് ശേഷം വീണ്ടും അടുത്ത സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് വന്നപ്പോൾ അത് നോർമലാണെന്ന് കണ്ടു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, എൻ്റെ 3ാമത്തെ മകൾ ജുവൽ മേരി, അവൾക്കാണെങ്കിൽ അലർജി കഫ് പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒത്തിരി തണുത്ത വസ്തുക്കൾ, ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോഴും തണുപ്പടിക്കുമ്പോഴാണ് കുഞ്ഞിന് ചുമ വന്നുകൊണ്ടിരുന്നത്. അത് രാത്രിയിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. കുഞ്ഞിന് ഉറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളാണേലും ഉറങ്ങാതെ കുഞ്ഞിനെ നോക്കിയിരിക്കും. പലപ്പോഴും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും കുഞ്ഞിനെ ചുമച്ച് കൊച്ച് നിർത്താതെ ചുമയ്ക്കും. അവസാനം കുഞ്ഞ് ഛർദ്ദിക്കും. ആ ഛർദ്ദിച്ച് കഴിയുമ്പോഴാണ് അവൾ നോർമലാകുന്നത്. അങ്ങനെ ഞങ്ങൾ പലപ്പോഴും സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, നെഞ്ചത്തും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പ് കുഞ്ഞിനെ എന്നും കഴിക്കാൻ കൊടുക്കുമായിരുന്നു. ഞാൻ മകളോട് പറയും, മോനെ നമുക്ക് കൃപാസനത്തിൽ വന്ന് അമ്മ മാതാവിനോട് മുമ്പിൽ സാക്ഷ്യം പറയാമെന്ന് മോൻ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ ഛർദ്ദിക്കുന്ന ചുമയൊന്നും കുഞ്ഞിനില്ല. നോർമലായിട്ട് എല്ലാ കുട്ടികൾക്കും തണുപ്പടിക്കുമ്പോഴുള്ള ചുമയേ എൻ്റെ കുഞ്ഞിനുള്ളൂ. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വരും, പത്രം വാങ്ങിച്ച് എല്ലാവർക്കും വീടുകളിലും വഴികളിലും ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലുകളുമായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ട്. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്, അവരുടെ സങ്കടങ്ങൾ കേൾക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരോട് പറയും കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന കാര്യം.
പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ലൈവായി തന്നെ ഞാൻ കൂടാൻ ശ്രമിക്കാറുണ്ട്. ആ ധ്യാനം എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ കേൾക്കും. എത്ര വൈകിയാലും ഞങ്ങൾ ജപമാല ചൊല്ലിയിട്ടാണ് ഞങ്ങൾ കിടക്കാറുള്ളൂ. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുറച്ച് കൃപാസനത്തിൽ കുറച്ച് ചേച്ചിമാർ കൂടി പോയി ഭക്ഷണത്തിന് പൈസ കൊടുത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ അവർ സഹായിക്കും. രോഗികൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് വേറൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് തന്നെ പോവും. എൻ്റെ കുഞ്ഞുങ്ങൾക്കാണേലും അമ്മമാരുടെ അടുത്ത് പോകാൻ ഒത്തിരി ഇഷ്ടമാണ്. അത് അമ്മമാരുടെ ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ ഞങ്ങൾ പോയി അമ്മമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ കൂടെ ഇരിക്കുകയും അവർക്ക് അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ അവർക്ക് പാട്ട് പാടിയും ഡാൻസ് കളിച്ചും എല്ലാം അവർ ഒത്തിരി സന്തോഷമായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. ആത്മീയമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡെയിലി വിശുദ്ധ കുർബാനയിൽ സംവദിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു. ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഞാനും ഹസ്ബൻഡും എൻ്റെ മൂത്ത കുട്ടിയും കൂടി എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ സംവദിക്കും. ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ സംവദിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒത്തിരി വിഷമമായിരിക്കും. എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും അമ്മ മാതാവിനും. വാഴൂര് കാന എന്ന ദേശത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എന്നെ ഇവിടെ നിർത്തുവാനായിട്ട് ഇടവരുത്തിയ എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. എനിക്കിപ്പം 54 വയസ്സോളമായി. ഞാൻ എപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഈ സാക്ഷ്യം കേൾക്കാൻ കാരണം എൻ്റെ ഈ സഹോദരിയാണ് ഈ നിൽക്കുന്നത്. എന്നെ ഇവിടെ കൊണ്ടുവരാൻ ഏറ്റവും മെയിനായിട്ട് ഉള്ള കാരണം അവളാണ്. എനിക്ക് മാർച്ച് മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഹെവി ട്രെയിലർ ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കാലിലൊരു ജാക്കി വീണതിൻ്റെ ഫലമായിട്ട് അതൊരു മാസത്തോളം ഇരുന്ന്. ഏപ്രിലിലെ പെസഹാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് ദിവസം ഞാൻ വണ്ടി കോട്ടയത്ത് കൊണ്ടിട്ടിട്ട് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു പെയിൻ അനുഭവപ്പെടുകയും, അപ്പോൾ എൻ്റെ സഹോദരി പറഞ്ഞല്ലോ ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. അത് ഒരുപാട് മദ്യപാനവും കാര്യങ്ങളുമായിട്ട് എൻ്റെ ലൈഫ് തന്നെ എൻ്റെ കൺട്രോളിലല്ലാത്തൊരു സമയത്താണ് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് തന്നെ. അപ്പോൾ പെസഹാഴ്ച വീട്ടിൽ വന്ന ശേഷം എൻ്റെ കാലിന് വേദന അനുഭവപ്പെടുകയും, ഇവരുമായിട്ടൊന്ന് ഞാൻ വർഷങ്ങളോളം ഒരു 4 സഹോദരിമാരാണ് എനിക്കുള്ളത്. ഇതെൻ്റെ നേരെ മൂത്ത ആളാണ്. എൻ്റെ ഇളയ ഒരു സഹോദരിയുണ്ട്. ബാക്കി മൂത്ത 3 പേരാണ്. ഒന്ന് ഇവളും അവളുടെ മൂത്ത 2 പേരുണ്ട്. അങ്ങനെ 4 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. ഇവരുമായിട്ടൊന്നും ഞാൻ അങ്ങനെ ഒരു ഇടപെടിയിലെ കാര്യങ്ങളൊന്നുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു അങ്ങനെ പോവുകയാണ്. ഞാൻ വെളിയിലായിരുന്നു 18 വർഷം. കുവൈറ്റ്, ദുബായ് എല്ലാം കറങ്ങി. ഇവിടെ മാരാരിക്കുളത്ത് ഞാനൊരു റിസോർട്ടിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അത് 2020 കൊറോണയ്ക്ക് ശേഷമാണ്. പക്ഷേ ഞാനിവിടെ ഇതിലെ പല പ്രാവശ്യം കടന്നു പോകുന്ന സമയത്ത് 3.5-4 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അന്നേരം ഒന്നും ഞാൻ ഈ കൃപാസനം കാണുമ്പോൾ ഇവിടെ കയറണമെന്നോ വരണമെന്നോ ഒന്നും ഇല്ലായിരുന്നു. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളൂ. അവിടെ വന്ന് താമസിക്കുന്ന ഗസ്റ്റുകൾ വരെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും ഇതെന്താണ് സംഭവം കാര്യങ്ങൾ. അവർ പറയും ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടും. പക്ഷേ അന്നേരം ഒന്ന് നമ്മൾ ലൗകിക ജീവിതത്തിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈ മാർച്ച് മാസത്തെ ഈ ആക്സിഡൻ്റ് ഏപ്രിലാണ് എനിക്ക് കാല് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഫുള്ളി ഇൻഫെക്റ്റഡായി. എനിക്ക് ക്രിയാറ്റിൻ കൂടി എൻ്റെ കിഡ്നിയെ ബാധിച്ചു. അതുപോലെ തന്നെ എനിക്കത് ഷുഗർ ഹൈ ആയി എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം കാല് ഇത് മുറിച്ച് മാറ്റേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനോട് പറഞ്ഞ് അല്ല ഇത് കട്ട് ചെയ്ത് കളയണം, അപ്പം നിങ്ങൾക്കിത് ഇൻഫെക്റ്റഡായി ഓൾറെഡി മുകളിലോട്ട് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ അത് നമുക്കതൊന്ന് നോക്കാം, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡോക്ടർ ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ മാക്സിമം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ 2.5 മണിക്കൂറോളം കാഞ്ഞിരപ്പള്ളി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്തു. അതിനുശേഷം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ കൂടെ. എൻ്റെ വൈഫ് 2010 പുള്ളിക്കാരി ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയതാണ്. എനിക്കൊരു മോളുണ്ട്, അവളിപ്പം +2 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെ റെഫർ ചെയ്ത കൂട്ടത്തിൽ അമ്മയ്ക്ക് ഏകദേശം 86 വയസ്സോളം ഉണ്ട്. പുള്ളിക്കാരി ഏജ്ഡാണ്. ഞാൻ ഈ സഹോദരിമാരുമായിട്ടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. ഞാൻ അവരുടെ മക്കളും അവരൊന്നും ആയിട്ട് ഒന്നാമതെ ഞാനൊരു ആൽക്കഹോളിക്കാണ്. ഞാൻ ആരെയും വകവെക്കത്തില്ല. എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിരുന്നു.
പക്ഷേ പുള്ളിയുടെ പേരിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം ഇവർക്കൊന്നും എല്ലാവർക്കും എന്നെ ഭയങ്കര ഒരു ഭയത്തോടു കൂടി അവർ നോക്കുന്നത് തന്നെ. അപ്പോൾ ഞാൻ എല്ലാവരോടും എനിക്ക് പെട്ടെന്ന് ഓവർ ടെമ്പേർഡാണ്, എനിക്ക് BP ഹൈ ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ജീവിതത്തിലാണ് അച്ഛൻ പറയുന്നത്. അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു 9 മാസം കൊണ്ടാണ് ഇതിലോട്ട് മാറിയത്. അതിന് മെയിൻ കാരണക്കാരിയായിട്ട് എനിക്ക് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അതിഭയങ്കരമായ വേദന, കാലിൻ്റെ അവസ്ഥ അന്നത്തെ ഇത് ഓൾറെഡി ഇത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു, ആ ഉള്ളിലെ ദശയും മൊത്തം എടുത്ത് കളഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് കാല് കുത്താനായിട്ട് സാധിക്കാതെ ഇതൊരു 4 മാസത്തിന് ശേഷമുള്ള അവസ്ഥയാണ് എൻ്റെ ഈ കാലിൻ്റെ അവസ്ഥ. അന്നേരം ആ സമയത്താണ് എൻ്റെ സഹോദരി അവിടെ വരുന്നത്. അവളെന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത്, ഇത് ഒരിക്കലും ഒരു മുറിവ് അങ്ങോട്ട് ഇതാകുന്നില്ല, എനിക്ക് ഇത് ഷുഗർ കയറിയിട്ട് എനിക്ക് ക്രിയാറ്റിൻ കുറയുന്നില്ല. അപ്പോൾ അതിഭയങ്കര വേദന, അവരൊരു പാരസെറ്റമോളല്ല വേറെ പെയിൻ കില്ലേഴ്സ് ഒന്നും തരുന്നില്ല. അപ്പോൾ ഇവള് എൻ്റെ സഹോദരി വന്നിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഉപ്പുണ്ട് കൃപാസനത്തിലെ വിശുദ്ധ ഉപ്പും തൈലവും ഉണ്ട്, ഇത് പുരട്ടി അത് നോക്കാതെ ഒരുപാട് അത് നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അത് ട്രൈ ചെയ്യാം. അങ്ങനെ ഞാൻ ആ ഉപ്പും തൈലവും പുരട്ടി എൻ്റെ മുറിവിൽ അത് ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു. അതുപോലെ അത് മുകളിലോട്ട് കയറുന്നുണ്ട്, മുറിവ് ഉണങ്ങുന്നില്ല, എൻ്റെ ഷുഗർ ലോ ആകുന്നില്ല, ഹൈ ആയിട്ട് നിൽക്കുക. അത് പുരട്ടി അന്ന് എനിക്ക് ഇവിടെ ഒരു പത്രം കൊണ്ടുതന്നു കൃപാസനത്തിലെ, അത് ഞാൻ വായിച്ചു. ജസ്റ്റ് വായിച്ച് കിടന്നപ്പോൾ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് പേപ്പറിൽ. അത് അന്നേരം ഞാൻ ഓർത്ത് ഈ 5 വർഷം മുമ്പാണല്ലോ ഞാൻ ഈ കൃപാസനത്തിന് വാതിക്കൽ വരെ വന്നിട്ട് എനിക്ക് ഞാൻ ഇവിടെ കയറാതെ പോയതാണല്ലോ. അപ്പോൾ അമ്മ ഇതുകൊണ്ടായിരിക്കും എന്നെ ഇവിടെ തന്നെ ഇവള് മുഖാന്തരം എന്നെ പിടിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി, എനിക്ക് വേദനയില്ലാതെ ഞാൻ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് പറയുമ്പോൾ ഞാനൊരു ആൽക്കഹോളിക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഓൾറെഡി കോട്ടയത്ത് വന്നിട്ട് പെസഹ വ്യാഴാഴ്ചയായിരുന്നു നടക്കും. ഒരു ക്രിസ്ത്യനായിട്ട് ജനിച്ച ഒരു ആളായിട്ട് വന്നിട്ട് പോലും ഞാൻ മദ്യം മേടിച്ചോണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ട്രിപ്പുണ്ട് എനിക്ക് പോണ്ടിച്ചേരിക്ക്. അപ്പോൾ 3 ദിവസമല്ല ദുഃഖവെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ പോകില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കല്യാണത്തിന് അന്ന് ഞാൻ കുമ്പസാരിച്ചൊരു വ്യക്തിയാണ് 18 വർഷം മുമ്പ്. പക്ഷേ അതിനുശേഷം കുമ്പസാരമില്ല, പള്ളിയിൽ പോക്കില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ളിലുണ്ട്, ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും, കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട് മറ്റുള്ളവർ. ഞാൻ ബൈബിളിൽ പറയുന്നത് വിലാപഭവനത്തിൽ പോകുന്നതിനേക്കാളും വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാളും നിങ്ങൾ വിലാപഭവനത്തിൽ പോകണം. ഞാൻ എല്ലാ മരണ വീട്ടിലും പോകും, നമുക്ക് പരിചയം ഇല്ലാത്തവരും ഉള്ളവരുടെ എല്ലായിടത്തും പോകും, അവരെക്കൊണ്ട് എനിക്ക് കഴിയാവുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി നല്ലതായിട്ട് ഉറങ്ങി. പിന്നെ അത് ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിയുമ്പോഴത്തേന് ഇത് ഹീലിംഗ് ആയി തുടങ്ങി. അത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ക്രിയാറ്റിൻ ഓൾറെഡി എൻ്റെ കുറഞ്ഞു വരുന്നു, ഇൻസുലിൻ എൻ്റെ എടുപ്പ് നിർത്തി, പിന്നെ നോർമൽ ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു വിശ്വാസമായി. എനിക്ക് പണ്ടേ മാതാവിനോട് വിശ്വാസമുള്ള ഒരാളാണ്. ഈശോയെ അതിലും കൂടുതൽ എനിക്കിഷ്ടമാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ ഞാൻ പുറമേ അത് കാണിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് നൈറ്റ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. 24 ഡിസംബർ ഉണ്ടായ ക്രിസ്മസ്. എൻ്റെ പാട്ടുകാർ വന്ന് ക്രിസ്മസ് കരോൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചെന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇതുണ്ട്. എപ്പോഴും ഞാൻ ദൈവത്തോട് അതുപോലെ എനിക്ക് സ്നേഹം, ഉണ്ണീശോയോടും മാതാവിനോടും എനിക്ക് അതുപോലെ സ്നേഹം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമ്, പിന്നെ ഇങ്ങനെയുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം നമ്മളത് സോഷ്യൽ മീഡിയ ഞാൻ കൂടുതൽ യൂസ് ചെയ്യും. പക്ഷേ അതിനുശേഷം ഞാൻ ക്രമേണ അത് കുറയ്ക്കാൻ തുടങ്ങി, കംപ്ലീറ്റ് കുറച്ച്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിട്ടിട്ട് കൃപാസനം. ഇപ്പം എൻ്റെ ഇതിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇതുവരേക്കുള്ള അച്ഛൻ്റെ ടോക്കുകൾ എല്ലാ ദിവസവും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 39 വർഷമായിട്ട് അച്ഛൻ പറയുന്ന ഏറ്റവും വലിയൊരു ഇതെനിക്കത് എന്നെ ടച്ച് ചെയ്തൊരു ഇതാണ്. അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ 39 വർഷം ഓൾറെഡി കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞ് ഈ നമ്മുടെ അച്ഛൻ്റെ ഈ പ്രേക്ഷിത വേലയ്ക്ക്. പക്ഷേ ഈ 39 വർഷമായിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു. ഞാൻ യേശുവിനെ തിരയാതെ ഞാൻ നടന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതെന്നെ മാറ്റി നേരെ ഓപ്പോസിറ്റ് ഇവിടെ കൊണ്ടുവന്നതിൽ എൻ്റെ സഹോദരിക്ക്, അവളാണ് എന്നെ അതിനൊരു കാരണക്കാരൻ. പക്ഷേ അതിലും മെയിനായിട്ട് ഞാൻ എൻ്റെ അമ്മയാണ്, എൻ്റെ സഞ്ചാരി അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അതുപോലെ ഈശോപ്പ ഒരുപാട് അനുഗ്രഹം എനിക്ക് തരുന്നുണ്ട്. ഞാൻ 20-ാം തീയതിയാണ് എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ്. അതെല്ലാം എനിക്ക് കണക്ക് കൂട്ടുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തൊരു വലിയൊരു ഇത് കാണുന്നുണ്ട്. എന്നെ ഓപ്പറേഷൻ നടന്ന 20-ാം തീയതിയാണ്. അന്ന് ഞാൻ ഇത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, എന്ന് എൻ്റെ കാല് കൊത്തി ഫസ്റ്റ് ഞാൻ 6 മാസത്തോളം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എൻ്റെ കാല് പൊക്കി വെച്ച് നീര് കുറയുന്നില്ല, പക്ഷേ ഹീലിംഗ് ആകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നുണ്ട്, കൃപാസനത്തിലെ പ്രാർത്ഥന എല്ലാം കേൾക്കുന്നുണ്ട്.
ഞാൻ പറഞ്ഞു എന്നെൻ്റെ കാല് കുത്തി ഞാൻ നടക്കുന്ന അന്ന് ആദ്യം ഞാൻ കൃപാസനത്തിൽ വരും, ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു ഫസ്റ്റ്. അപ്പോൾ തന്നെ ഞാൻ മേടിച്ച് വെച്ച ആ കുപ്പിയെല്ലാം ഞാനത് എടുത്ത് ഡിസ്പോസ് ചെയ്തു. എൻ്റെ സിഗരറ്റ് പാക്കറ്റ് എല്ലാം അന്ന് തന്നെ കളഞ്ഞു. ഇപ്പോൾ 9 മാസമായിട്ട് ഞാൻ അതുപോലെ ഒരു വിശ്വാസത്തിലാണ്. ഇവർക്കെല്ലാം എൻ്റെ സഹോദരിമാരെല്ലാം അവരുടെ മക്കളും എല്ലാം എന്നെ കാണാനും അതുപോലെ ഇപ്പോഴും അവർ അങ്കിളെന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. എല്ലാവരും വളരെ എന്നോട് അത്രയ്ക്കും നമ്മുടെ നാട്ടുകാർക്ക് പോലും എന്നോട് ഇതാണ്, ഞാൻ എങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അവർക്കറിയത്തില്ല. ഞാൻ അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ മാറ്റം വന്നെന്ന് ഒരുപാട് എന്നെ മാറ്റി. പിന്നെ എനിക്കുണ്ടായ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത് 20-ാം തീയതിയാണ് ഇവിടെ വന്ന്, 10-ാം മാസം 20-ാം തീയതി, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒക്ടോബറിലാണ് 20-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ. എൻ്റെ ഓപ്പറേഷൻ നടന്നതും 20-ാം തീയതി, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 20-ാം തീയതി. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ ഇതിലും ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് ഞാൻ അതുപോലെ എനിക്ക് ആവുന്നത്രയും ഞാൻ ആൾക്കാരെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. പക്ഷേ ഞാൻ അന്ന് നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷേ എന്നെ മദ്യപാനവും ഇതുകൊണ്ടായിരിക്കണം ഞാൻ ഇങ്ങനെ വേർതിരിഞ്ഞ് പോയെന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അൾത്താരപാലനായിട്ട് ഞാൻ ശുശ്രൂഷയ്ക്ക് കയറിയുന്ന ഒരു വ്യക്തിയാണ് 14 വയസ്സ് വരെ. 14 വയസ്സിന് ശേഷമാണ് ഞാൻ ഇതുപോലെ ആയിപ്പോയത്. എന്നെ ഒരുപാട് ഇതുപോലെ എന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ അമ്മ മാതാവാണ്. കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പലരോടും പേപ്പർ കൊടുക്കുമ്പോൾ ഞാൻ അങ്ങനെ പേപ്പർ കൊടുക്കാറില്ല. ഞാൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാത്തൊരു കേസിന് എൻ്റെ പപ്പ ഇരുന്ന സ്റ്റേഷനിൽ ഞാൻ കിടന്നിട്ടുണ്ട്, ജയിലിൽ. എന്ന് പറഞ്ഞാൽ പുള്ളി അത് പോസ്റ്റ് ഇരുന്ന സ്റ്റേഷനിൽ, ചാർജായിട്ട് ഇരുന്ന സ്റ്റേഷനിൽ ഞാൻ അറിയാത്തൊരു കുറ്റത്തിന് എന്ന് പറഞ്ഞാൽ മദ്യപാനം മുഖാന്തരം ഇതായിട്ട് ഞാൻ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യം നമ്മളെ കൊണ്ട് പെടുത്തു. എല്ലാ കാര്യത്തിലും നമ്മൾ ചെറിയ അയ്യാത്ത തെറ്റ് പോലും നമ്മൾ പെട്ടുപോകും. അങ്ങനെ പോയി കിടന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ടുണ്ട് 14 ദിവസം, റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പപ്പ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇവർക്കെല്ലാം അത് നാണക്കേടായിരുന്നു, എൻ്റെ സഹോദരിമാർക്കെല്ലാം. എനിക്ക് സെലക്ഷൻ കിട്ടിയ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞത്. പോലീസിൽ 20-ാമത്തെ വയസ്സിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ട് പപ്പ ഇരുന്ന സമയത്ത് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയ ആളാണ്. അപ്പോൾ ആ കിടന്ന് ഞാൻ നേരെ ജയിലിൽ വരെ വന്ന് കിടന്ന്. അതുപോലെ ഒരുപാട് എന്നെ വിട്ട് കളഞ്ഞിട്ട് അവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ട് മുടിയനായ പുത്രനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുക പിതാവ്. എന്നെ ഇവിടെ നിർത്തിയതിന് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു, 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തന്നെ എൻ്റെ ജീവിതം മുഴുവൻ നിലനിർത്തണമെന്ന് ഒരൊറ്റ ഇതേ ഉള്ളൂ. ഞാൻ 6 നിയോഗം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 20-ാം തീയതി ഉടമ്പടി എടുത്ത് എനിക്ക് 28-ാം തീയതി നൈറ്റ്, അന്ന് ഒക്ടോബർ 28-ാം തീയതി നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ എനിക്കൊരു വിളി കേൾക്കാം. രാത്രി 2 മണിയായപ്പോൾ മുറ്റത്ത് കൂടെ മാതാവ് നടക്കുകയാണ്. മാതാവ് കറക്റ്റായിട്ട് ഞാൻ കാണുന്നുണ്ട്. മാതാവ് നീല അങ്കി ധരിച്ചിട്ട് മുറ്റത്തോടെ ഞങ്ങളുടെ മുറ്റം വഴി ഇങ്ങനെ നടക്കുന്നുണ്ട് രാത്രി 2 മണിക്ക്. അപ്പോൾ ഞാൻ ഉറക്കത്തില്ല, പക്ഷേ ഞാൻ മാതാവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ എടാ അനില്ല എന്നാണ് വിളിച്ചത്. അതാണ് ഞാൻ ഓർക്കുന്നത്, മാതാവ് അങ്ങനെയൊക്കെ വിളിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എടാ അനില്ല എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ തെറ്റി നടന്നുകൊണ്ടായിരിക്കും എന്നെ പിടിച്ച് നിർത്തിക്കുന്നത്. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നപ്പം ഇവിടെ ഓഫീസിൽ ചോദിച്ചു എനിക്ക് അച്ഛനെ ഒന്ന് കണ്ട് ബ്ലെസ്സിങ് എടുക്കാൻ പറ്റുമോ. അപ്പോൾ പറഞ്ഞില്ല, 3 മാസം കഴിയണമെന്ന് പറഞ്ഞു, നിങ്ങളത് ഉടമ്പടി പൂർത്തിയാക്കണം. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ കഴിഞ്ഞ മാസമാണ് ഇവിടെ വന്നിട്ട് പോയത്. അതുപോലെ 7-ാം തീയതി ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇവിടെ ഞാൻ വന്നിട്ട് രാവിലെ 8 മണിക്ക് വന്ന ഞാൻ 1:30 ആയപ്പോഴാണ് ഇവിടെ കയറി അമ്മയുടെ അമ്മയുടെ ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് പോലും എനിക്ക് ചൂട് സഹിക്കാനായിട്ടുള്ള എനിക്ക് എങ്ങനെയാണെന്നറിയാം. അല്ലെങ്കിൽ ഞാൻ ഒരു 10 മിനിറ്റ് പോലും ഞാൻ വെയിലത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എനിക്ക് അതെല്ലാം തന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ച് ഈ നിമിഷം വരെ എന്നെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് എൻ്റെ അമ്മ. എന്ത് പറഞ്ഞാലും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ എൻ്റെ കാലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതുപോലെയാണ് ഹീലിംഗ് ആയിട്ടുണ്ട്. മൊത്തമായിട്ട് ഫുള്ള് ഹീലിംഗ് ആയി, കംപ്ലീറ്റ് ഇതായി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹമാണ്. ഇനിയും ഞാൻ അതുപോലെ തന്നെ എൻ്റെ അമ്മ മാതാവിനും ഈ തിരുക്കുമാരനും ഒരുപാട് എന്നെക്കൊണ്ട് ആവുന്ന പോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എൻ്റെ കാല് കാണിക്കാറുണ്ട്. ഒരുപാട് പേരെ ഞാൻ എൻ്റെ വഴിയായിട്ട് തന്നെ ഇവിടുത്തെ കൃപാസനത്തിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കുവാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അവരെല്ലാം എൻ്റെ കൂടെ വരുന്നുണ്ട്, എൻ്റെ ഇത് കണ്ടിട്ട്, സാക്ഷ്യം കണ്ടിട്ട് തന്നെ. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. എൻ്റെ അമ്മ ഏജിലാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോൾ എൻ്റെ കൂടെയുള്ള അവൾ വൈഫിൻ്റെ വീട്ടിലാണ്, അവരാണ്. പിന്നെ അമ്മയ്ക്ക് വയ്യ. പക്ഷേ അമ്മയ്ക്ക് ഇതുപോലെയാണ്. ഞങ്ങൾ ഓർത്തഡോക്സുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ജപമാല ഒന്നുമില്ല. പക്ഷേ ഞാൻ ജപമാല ചൊല്ലാറുണ്ട്. എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് അമ്മ ഇപ്പം വെളുപ്പാങ്കാലത്ത് തന്നെ എഴുന്നേൽക്കുക. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഓർക്കുക ഇവനിനി അങ്ങനെ ഇതിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ആയിപ്പോകുന്ന പോലും അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. അമ്മയ്ക്ക് നടുവിന് വേദന വന്നിട്ട് അമ്മയുടെ ബാക്ക് ബോൺ
ഇതായിട്ട് ഒരു വളഞ്ഞു പോയായിരുന്നു. ആ അവസരത്തിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഉപ്പിട്ട് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയത്തില്ല, ഞാൻ ഉപ്പിട്ട് അല്ലെങ്കിൽ എന്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ച് അത് അവർക്ക് അത് ഭയങ്കരമായിട്ടൊരു വിടുതൽ കിട്ടും. പക്ഷേ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ MR എല്ലാ സ്കാനിങ്ങും കഴിഞ്ഞാണ്. പക്ഷേ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിൽ അമ്മ നടക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അമ്മയ്ക്ക് സാക്ഷി എടുത്തിട്ടില്ല, ഇത് ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു എടുക്കണ്ട, ഏജിലായതുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ അമ്മയ്ക്ക് അതുപോലെ വിശ്വാസമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും. എനിക്ക് ഒരു 10 വർഷം മുമ്പ്, ഇപ്പോൾ എനിക്ക് 54 വയസ്സായെന്ന് ഞാൻ പറഞ്ഞു, ഒരു 44 വയസ്സായപ്പോൾ ഞാൻ മാൾട്ടയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ഇതായിരുന്നു, നമ്മുടെ കേറ്ററിംഗ് ഫീൽഡായിരുന്നു, ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ വേണ്ടി ചാൻസ് വന്നപ്പോൾ അന്ന് എൻ്റെ റിജക്റ്റാണ്. എനിക്ക് ഏജ് ഇതായെന്ന് പറഞ്ഞാൽ 45. അവരങ്ങനെ പറഞ്ഞിട്ട് അത് കട്ട് 10 വർഷം മുമ്പാന്ന് ഓർത്തണം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എൻ്റെ 20-ാം തീയതി ആണ് എൻ്റെ ഉടമ്പടി ഇത് 90 ദിവസം പൂർത്തിയാകുന്നത്. പക്ഷേ ഞാൻ ഇവരോട് പറഞ്ഞില്ല. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഇതിലേക്ക് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ അത് ഓൾമോസ്റ്റ് എനിക്ക് കിട്ടുമെന്നുള്ള 150% അത് എനിക്ക് കൺഫേമാണ്. എന്നിട്ട് പോലും ഞാൻ സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 54 വയസ്സുള്ള എന്നെ 10 വർഷം മുമ്പ് റിജക്റ്റ് ചെയ്ത ഒരു വിസ എനിക്കത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഒരേ ഒരു ഇത് തന്നെയാണ്. അതിൽ ഞാൻ 150% ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കറിയാൻ പറ്റും. ഞാൻ അങ്ങനെ ഇപ്പോൾ ഏകദേശം എന്നെക്കുറിച്ചൊരു ഐഡിയ വരും. ഞാൻ പറയുകയാണ്, ആരും ഇതിൽ നിന്ന് ഉടമ്പടി എടുക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൗകികമായിട്ടുള്ള ഇതിൽ പോയിട്ട് കാര്യമില്ല. പക്ഷേ മദ്യപാനവും ഇതൊക്കെ എല്ലാവർക്കും വിട്ടൊഴിയാൻ പറ്റും. ചില നമ്മളെ യൂത്ത് ഒക്കെ ആൾക്കാർ കാണും, അവർക്കൊന്നും പറയുമോ ഞാൻ ഇതെടുക്കുന്നില്ല. പക്ഷേ അത് എടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, 18 വർഷമായിട്ട് ഞാൻ കുമ്പസാരിക്കത്തില്ല. ഞാനിപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പോയിട്ട് കുമ്പസാരം എടുത്ത് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് അങ്ങനെ ഒരു ആത്മീയ ജീവിതം. പിന്നെ ബൈബിള് ഞാൻ അരമണിക്കൂർ എന്നുള്ള ഞാൻ വായിക്കാനിരുന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ കണ്ടിന്യൂ. ഉൽപ്പത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ മുമ്പ് ഞാൻ വായിക്കുമ്പോൾ ഇത് എന്താ നമ്മൾ ക്രിസ്ത്യൻ ആയതെന്ന് പറഞ്ഞിട്ട് പോലും എനിക്കത് പറയാൻ പറ്റത്തില്ല. നമുക്കത് ജസ്റ്റ് ഒരു ചാപ്റ്റർ വായിച്ച് ഞാനങ്ങ് ക്ലോസ്. പക്ഷേ ഇപ്പോൾ അത് കണ്ടിന്യൂ വായിച്ച് ഞാൻ ആ ദിവസം കംപ്ലീറ്റ് വായിക്കുന്നുണ്ട്. അതുപോലെ വെളുപ്പിനെ 3 മണിക്കൊക്കെ ഞാൻ സാധാരണ 3 മണിക്കായിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നു നേരത്തെ. ഇപ്പം ഞാൻ 3 മണിയാകുമ്പോഴത്തേന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുപോലെ ആത്മീയമായിട്ട് എന്നെ ഒരുപാട് യേശോപ്പ എന്നെ ഉയർത്തി, അമ്മമാതാ അതിനെ ഒരുപാട് എന്നെ ചേർത്ത് പിടിച്ചിരിക്കുക. ഈ അമ്മയുടെയും ഈ ഈശോപ്പയുടെയും ആ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണം. ഞാൻ എന്നും ഈ നിമിഷം, ഈ ആൾത്താരെ നിൽക്കുന്ന ഈ നിമിഷം തന്നെ ഞാൻ നിയോഗങ്ങളിലല്ല, ഞാൻ എന്നെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കിയിട്ട് എൻ്റെ ജീവിതം എന്നും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. മരിക്കുന്നവരെ അമ്മയുടെ സാക്ഷിയായിട്ട് എന്നെ നിലനിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോടതികളിൽ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് പോയതുകൊണ്ട് ഞാൻ പറയുകയാണ്, കോടതി വഴിയാണ് ഞാൻ പോകുന്നത്. അവിടെ റിമാൻഡ് വരുന്ന ആൾക്കാർ, റിമാൻഡ് മീൻസ് കോർട്ടിലോട്ട് കൊണ്ടുവന്ന പ്രതികളുണ്ട്. ഞാൻ പോലീസുകാരുടെ കൊടുക്കും, പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് കൃപാസനത്തിലാണ്. ഞാൻ കിടന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് നല്ല ഇതാണ്, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വിടുവിക്കും അമ്മ. ഏത് കുറ്റത്തിൽ നിന്ന്, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അകത്ത് പോയ വ്യക്തിയാണ്. അതുപോലെ കോടതികളിൽ, പിന്നെ ഹോസ്പിറ്റലിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പേപ്പറുകൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന പത്രങ്ങൾ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്നെ ഇതുപോലെ ഇതാക്കി തീർത്ത എൻ്റെ അമ്മാവനും തിരുക്കുമാരനും 1000 കോടി നന്ദി ഞാൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കുടുംബത്തോടെ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ദൈവപിതാവിനും ഈശോ തമ്പുരാനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് അബി, എൻ്റെ മക്കൾ എവലിൻ ആൻഡ് എലൈന. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ നേഴ്സായിട്ടും ഹസ്ബൻഡ് ലാബ് ടെക്നീഷ്യനായിട്ടും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഹസ്ബൻഡിൻ്റെ മമ്മി വഴിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ധാരാളമായി കൂടുമായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 25-ാം തീയതിയായിരുന്നു. അന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കാരണം, അന്ന് ഹസ്ബൻഡ് കുവൈറ്റിലെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് ലാബ് ടെക്നീഷ്യനായിട്ട്. അണ്ടർ മോയിച്ച് എന്ന് പറയും, കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ അണ്ടർ മോയിച്ചിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി അവിടെ ജോലി ചെയ്യുന്നത്. ആ സമയത്ത് കമ്പനി പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ ജോലി നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വെക്കേഷന് വരുന്നത്, 2023 ഒക്ടോബറിൽ. അപ്പോൾ ആ കോൺട്രാക്റ്റ് 2024 ജനുവരി വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രത്യേകമായി നിയോഗം ഹസ്ബൻഡിൻ്റെ ജോലിക്കാരും വെച്ച് തിരിച്ച് കുവൈറ്റിലേക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ആ സമയത്ത് കമ്പനി 1 വർഷം കൂടെ
കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തു. 2025 ജനുവരി 31 വരെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2024 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേനും കമ്പനി വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വേറെ ജോലി നോക്കാമെന്ന്. അപ്പം നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് പോസിബിൾ അല്ലായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ കുവൈറ്റിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡ് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകുന്നത് പോസിബിൾ അല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ 2024 ഒക്ടോബറിൽ വീണ്ടും വെക്കേഷന് വന്നു ഇവിടെ. ആ സമയത്ത് വെക്കേഷന് വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് കുവൈറ്റിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞു, കുവൈറ്റ് മിനിസ്ട്രിയിൽ ഡയറക്റ്റായി ലാബ് ടെക്നീഷ്യന്മാരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ നാട്ടിലായിരുന്നു, വേറെ ആർക്കും അത് കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു, ഞങ്ങൾ ഡയറക്റ്റ് പോയി കൊടുക്കണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തത് കാരണം അത് മാറ്റി ഞങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. 2024 ഒക്ടോബർ 19 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ പ്രത്യേകമായി ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം തന്നെ ഞങ്ങൾ നിയോഗമായി വെച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ട്സ് പറഞ്ഞു, അവർ ഡയറക്റ്റ് മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്ത ബയോഡാറ്റ എല്ലാം റിജക്റ്റായി. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ത്രൂ മാത്രമേ നമുക്ക് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുവൈറ്റിൽ ചെന്നു. കമ്പനി ത്രൂ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 2025 ജനുവരി 31 ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള ജോലി തീർന്നു. വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ നന്നായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു ഫെബ്രുവരി 15 ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതായത് മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, ഇനി ബാക്കി ഫോർമാലിറ്റി നിങ്ങൾക്ക് തുടരാമെന്നുള്ള രീതിയിൽ. ആ വന്നതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാക്കി ഫോർമാലിറ്റീസ് ആദ്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് മെഡിക്കലാണ്. മെഡിക്കൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വരികയും മെഡിക്കൽ കഴിയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകിയാണെങ്കിലും റിസൾട്ട് വന്നു. അങ്ങനെ സെക്കൻഡ് ബാച്ചിലേക്ക് ഹസ്ബൻഡിൻ്റെ പേര് വന്നുപോയി. അത് കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ലൈസൻസ് അതെല്ലാം പുറകിലായിപ്പോയി. അപ്പോഴത്തേക്കും ഒരു ബാച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കയറിപ്പോയിരുന്നു. അപ്പോൾ ഇവർ ചെന്ന സമയത്ത് മിനിസ്ട്രിയിൽ നിന്ന് പറഞ്ഞു, ഇനി ആരും മിനിസ്ട്രിയിലേക്ക് വരണ്ട, ഇപ്പം നിങ്ങളുടെ കമ്പനി ത്രൂ കമ്പനി മാനേജറാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്കത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അറിയുന്നത്. കാരണം ഞങ്ങൾക്ക് പിന്നെ മിനിസ്ട്രിയിലേക്ക് പോകേണ്ട വന്നില്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഹസ്ബൻഡിന് കമ്പനി മാനേജർ തന്നെ എല്ലാ ഫോർമാലിറ്റീസും ഫിനിഷ് ചെയ്തു. അങ്ങനെ വിത്തിൻ 3 മന്തിനുള്ളിൽ ഏപ്രിൽ 23 മിനിസ്ട്രിയിൽ മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് ആദ്യം കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ സെയിം സ്ഥലത്ത് തന്നെ ഇവർക്ക് മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു. അത് ഹസ്ബൻഡ് ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ സ്ഥലത്ത് തന്നെ എനിക്കൊരു മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിക്കണേന്ന്. കാരണം അതൊരു ബ്ലഡ് ബാങ്ക് ആയിരുന്നു, അവിടെ കൂടുതൽ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു 10 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള റൂട്ടീനായിട്ടുള്ള ടെസ്റ്റുകളെ പറ്റിയുള്ള എല്ലാ ടച്ചും വിട്ടിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു വേറെ ഹോസ്പിറ്റലിലാണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്നേന്നോട്ടെല്ലാം പഠിച്ചെടുക്കണമായിരുന്നു. അപ്പം അതിന് മാതാവ് ഞങ്ങൾക്ക് ഇടവരുത്തിയില്ല. ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴിയായി ആ സെയിം സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് ജോലി ലഭിച്ചു. അത് ഈശോ വഴിയായി മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ 2ാമത്തെ സാക്ഷ്യം, അവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇക്വാലൻസ് ചെയ്യണമായിരുന്നു. അപ്പം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഹയർ എന്നാണ് ആ പ്രൊസീജിയറിന് പറയുന്നത്. ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും അത് റിജക്റ്റ് ആയിപ്പോയി. കാരണം റിജക്റ്റ് ആയെന്ന് വെച്ചാൽ ഹസ്ബൻഡ് അത് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചെന്നാണ് പഠിച്ച കോളേജിൽ നിന്ന് മിനിസ്ട്രിക്ക് റിപ്ലൈ കിട്ടിയിരുന്നത്. കാരണം ഹസ്ബൻഡ് പഠിച്ചത് പാലായിലാണ്, പക്ഷേ ഇവരുടെ യൂണിവേഴ്സിറ്റി പഞ്ചാബിലാണ്. അപ്പം മിനിസ്ട്രി എൻക്വയറി നടത്തിയപ്പം യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് അവർക്ക് റിപ്ലൈ കൊടുത്തത്. അത് കാരണം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അന്ന് ഞങ്ങളത് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പം ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ പിന്നീടുള്ള ജോലിയുടെ കണ്ടിന്യൂറ്റിക്ക് അത്
അല്ലെങ്കിൽ അത് ബാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് പ്രത്യേക നിയോഗം വെച്ച് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഹയർ എന്നുള്ള പ്രൊസീജിയർ മാറി അവിടെ കോഡ്രിപേ എന്ന് പറഞ്ഞ വേറൊരു പ്രൊസീജിയർ അതിന് പകരമായിട്ട് വന്നു. അതുവഴി ഞങ്ങളത് അപ്ലൈ ചെയ്തു. വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ ആ കോഡ്രിപേ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയും അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുകയും ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. അത് കൂടാതെ തന്നെ ഹസ്ബൻഡിന് ജോലിയില്ലാത്ത സമയത്ത് എൻ്റെ ഒരാളുടെ സാലറിയിലായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എനിക്കവിടെ ലോണും ഉണ്ടായിരുന്നു. അപ്പം വേറൊരു എക്സ്ട്രാ ചിലവ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കടം മേടിക്കാനോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ മാതാവ് ഞങ്ങളെ കാത്തുവരും. പിള്ളേർക്കൊരു അസുഖം വരാനോ അങ്ങനെ ഒന്നും ഇടവരുത്തിയില്ല. വേറൊരു എക്സ്ട്രാ ചിലവ് ഞങ്ങൾക്ക് വരാതെ എൻ്റെ സാലറിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ആദ്യം ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു. ഞങ്ങളുടെ പിള്ളേർക്ക് 2 പേർക്കും എപ്പോഴും അസുഖങ്ങളായിരുന്നു. എല്ലാ മാസവും തന്നെ അവിടെ വെച്ച് പനി വരുമായിരുന്നു. പിന്നീട് അത് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെ അടുപ്പിച്ച് 2 പ്രാവശ്യം സിവിയർ ന്യൂമോണിയ വരികയും IV ആൻറ്റിബയോട്ടിക് അത് 2 ആഴ്ചയൊക്കെ IV ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനെ സിവിയറായിട്ടുള്ള പനി വരാനൊന്നും ഇടയായിട്ടില്ല. ചെറിയ ചെറിയ പനികളൊക്കെ വരാറുണ്ട്. അതൊരു പാരസെറ്റമോൾ കൊടുക്കുന്നതിലൂടെ അത് മാറിപ്പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇത് കൂടാതെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കുവൈറ്റിൽ അഖണ്ഡ ജപമാലയുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അഖണ്ഡ ജപമാല കൂടുമായിരുന്നു. ഒരു ദിവസം ഓൺലൈനായിട്ട് അന്ന് ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. ആ സമയത്ത് അഖണ്ഡ ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ തിരിയിൽ ഓൺലൈനാണ് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അടയാളങ്ങൾ വഴി അമ്മ മാതാവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് കൂടുതൽ ഞങ്ങൾക്ക് വളരാനായിട്ട് സാധിച്ചു. മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും കൊന്ത ചെല്ലാനും, ഒരു കൊന്തയല്ല കൂടുതൽ കൊന്തകൾ ചെല്ലാനും, ബൈബിള് വായിക്കുവാനും, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഞങ്ങൾ കുവൈറ്റിലായതുകൊണ്ട് 2 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് കുമ്പസാരിക്കാനും ദിവ്യബലികളിൽ പങ്കുകൊള്ളാനും ഞങ്ങൾക്ക് സാധിച്ചു. അതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ തൈലവും എന്നും തന്നെ ഉപയോഗിക്കും. ഇവർ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സങ്കീർത്തനം 91 ചൊല്ലി മാതാവിൻ്റെ തൈലം പ്രാർത്ഥിച്ച് ഉപ്പും കൊടുത്തിട്ടാണ് ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളും ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വയനാട്ടിൽ. അവിടേക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസയായിട്ടും പിന്നെ രോഗികളായവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെ കാണുന്നത് ജനുവിനാന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അവർക്ക് പൈസയായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഡെയിലി ബ്രെഡ്. എൻ്റെ പേര് ലതകുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ മകളുടെ വിവാഹ കാര്യമാണ് പറയുന്നത്. അവൾക്ക് പഠിച്ചുകൊണ്ട് BCom ലാസ്റ്റ് എക്സാം 6th സെമ്മിൻ്റെ എക്സാം തുടങ്ങിയപ്പോഴാണ് ഒരു വിവാഹം വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇപ്പോൾ എന്തായാലും വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകൾക്ക് ഇത് സന്തോഷമുള്ള ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ അമ്മ ഇത് നടത്തി തരാവൂ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോവാവൂ എന്ന്. അവർ വന്ന് ഒരു മെയ് 1-ാം തീയതി വന്ന് പെണ്ണ് കണ്ടു. മെയ് 12-ാം തീയതി തന്നെ എൻഗേജ്മെൻറ്റും നടന്നു. 6 മാസം കല്യാണത്തിന് സമയമുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നും വച്ചിട്ടില്ലായിരുന്നു കല്യാണത്തിന്. അത് ഞങ്ങൾക്കൊരു 5 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി, അതും പ്രമാണം ബാങ്കിലാണ് ഇരുന്നത്. അത് വിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 8 വർഷമായിട്ടും നടക്കാതിരുന്നത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്ത ഉപ്പ് കൊണ്ടുവന്ന്
വിശ്വാസ പ്രമാണം പറഞ്ഞ് അവിടെ വസ്തുവിൽ കൊണ്ട് ഇടുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ആ വസ്തു നോക്കുകയും അവർക്കിഷ്ടപ്പെട്ട് അവർ വില ഉറപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രമാണം എല്ലാം ബാങ്കിൽ നിന്നെടുത്ത് ആകെ 4 ലക്ഷം രൂപയും കൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിനിറങ്ങിയത്. അവൾക്ക് അവിടെ സ്ത്രീധനമൊന്നും ചോദിച്ചില്ലായിരുന്നു അവർ, എന്നാലും ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു മകൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രീതിയിൽ അമ്മ എനിക്ക് കല്യാണത്തിന് നല്ല രീതിയിൽ നടത്തുവാനും ഞങ്ങൾ വിചാരിച്ചതിൽ നിന്ന് അവൾക്ക് എല്ലാം കൊടുക്കുവാനും നല്ല രീതിയിലൊരു കല്യാണം നടത്തുവാനും എല്ലാവരും എന്നോട് വന്ന് പറയുകയും ചെയ്തു. നല്ല രീതിയിൽ നീ വിചാരിച്ചതിൽ നിന്ന് നല്ലതായിട്ട് നടന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ വിവാഹം സംബന്ധിച്ച് എനിക്ക് 1 രൂപ പോലും പലിശ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ എന്നെ കൂടെ നിന്ന് ഒരു അമ്മ മകളുടെ വിവാഹത്തിന് എങ്ങനെയാണോ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ വന്ന് നിന്ന് എൻ്റെ മകളുടെ കല്യാണം അമ്മ നടത്തി തരണമെന്ന്. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ 1 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 1 രൂപ പോലും പലിശ കൊടുത്തിട്ടില്ല. ഞങ്ങളിൽ എല്ലാം നല്ല സന്തോഷമായിട്ട് ഒരു കടമോ ഒന്നുമില്ലാതെ തന്നെയാണ് മോളുടെ കല്യാണം നടന്നത്. രണ്ടാമതായി ഞാൻ എൻ്റെ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഒരു പാമ്പ് 8 അടി വീരൻ്റെ പുറത്ത് ചവിട്ടി നിൽക്കുക. അറിഞ്ഞില്ലായിരുന്നു പാമ്പിൻ്റെ പുറത്താണ് നിൽക്കണേന്ന്. എന്താണ് ഇത് കിടക്കുന്നതെന്ന് നമ്മൾ തറയിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് പിന്നെ അത് പാമ്പായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ എടുത്ത് മാറി പെട്ടെന്ന് ആ കാലുകൊണ്ട് തന്നെയാണ് ഞാൻ ചവിട്ടി എറിഞ്ഞത്. പക്ഷെ എന്നെ കടിച്ചില്ല പാമ്പ്. അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അതിൻ്റെ 3-ൻ്റെ അന്ന് പിന്നെയും എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു ഇടവഴിയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും പാമ്പിൽ ചവിട്ടുകയും, പക്ഷേ അദ്ദേഹത്തിനെയും കടിച്ചില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ അമ്മ ഉണ്ട് കാവലായി എന്ന്. രണ്ടാമത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉടമ്പടി എടുത്ത കാശ് രൂപം കൊണ്ടാണ് ഞാൻ ആ എക്സാമിന് പോയത്. എക്സാമിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം കണ്ടില്ല. ഞാൻ തിരിച്ച് ഉടഞ്ഞതിന് കുറച്ച് ദൂരമാണ് എക്സാം പോയി, എന്നാലും ഞാൻ തിരിച്ച് ഉടഞ്ഞ് തന്നെ അവിടെ എല്ലാം പോയി നോക്കിയിട്ടും ആ ഉടമ്പടി കാശ് രൂപം കിട്ടിയില്ല. പിന്നെ ഞാൻ 3 ദിവസം എനിക്ക് 3-ൻ്റെ അന്ന് പിന്നെയും ഒരു എക്സാം അവിടെ ഉണ്ടായിരുന്നു. 3-ൻ്റെ അന്ന് പോയപ്പോഴും ഞാൻ കരഞ്ഞു. ഈ 3 ദിവസവും ഞാൻ ഉണ്ണാതെയോ ഉറങ്ങാതെയും കരഞ്ഞ് വിഷമിച്ച് നടന്നു. അമ്മയോട് പറഞ്ഞു, അമ്മയെ കാശ് രൂപ നഷ്ടപ്പെട്ടാൽ എൻ്റെ ഉടമ്പടി നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ അമ്മേ, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശ് രൂപ ഒന്ന് തിരിച്ച് തന്നു തന്നെ ആവണം അമ്മയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ 3-ാമത്തെ ദിവസം അവിടെ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര മഴയാണ്. അവിടെ ഭയങ്കര മഴയുള്ളൊരു ദിവസം ചെളിയെല്ലാം കിടന്ന് അവരവിടെ തൂത്ത് വൃത്തിയാക്കി എല്ലാം തീയെല്ലാം ഇട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ 2 വീലർ അവിടെ കൊണ്ട് വച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയതും ആദ്യം കണ്ടത് ഞാൻ ആ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ മുഖത്ത് ഒരു വെട്ടം പ്രകാശിക്കുന്നത് പോലെയാണ്. ഞാനാണെങ്കിൽ കാരണം ഞാൻ അവിടെ രണ്ടാമത് തിരിച്ചു വന്ന് നോക്കിയ സ്ഥലമാണ്. പിറ്റേന്ന് ഞാൻ പോയി നോക്കി കണ്ടില്ല. 3-ൻ്റെ അന്ന് പോയപ്പോഴത്തേക്കും ആ കാശ് രൂപ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടുകയും ഞാൻ അമ്മയ്ക്ക് കാരണം ആ പരീക്ഷാ ഹാളിൽ ഞാൻ 3-ാമത്തെ എക്സാമിന് കയറിയപ്പോൾ ആ കാശ് രൂപം കൊണ്ട് തന്നെയാണ് കയറിയത് ഞാൻ എക്സാമിന്. അത് 2-ാമത്തെ എൻ്റെ സാക്ഷ്യം. 3-ാമത്തേത് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മ എല്ലാവർക്കും കാശ് രൂപവും അമ്മയുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഒന്നും കളഞ്ഞു കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കൊച്ചുമോൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾക്കെങ്കിലും ഒരു കുഞ്ഞ് കാശ് രൂപം കളഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഓണത്തിന് മോൾ എക്സാമിന് പോയിട്ട് വന്നപ്പോൾ വേനിലാണ് പോണത്. ഞങ്ങൾ തിരുവനന്തപുരം കാരക്കമണ്ഡപത്താണ് താമസിക്കുന്നത്. ആ വേനിൽ നിന്ന് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു കാശ് രൂപമാണ് ഇത്. കാരണം ഒരു ഉടമ്പടി കാശ് രൂപമാണ്. പക്ഷേ ഞാൻ അപ്പോൾ മോളെടുത്ത് പറഞ്ഞു, മോളെ ഇത് ഏതോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മ അവരുടെ കയ്യിലിട്ട് കൊടുത്തതാണ് എക്സാമിന്. അത് മോൾ എന്തായാലും വേനിൽ പോയി തിരിച്ച് കേൾക്കണം എല്ലാവരോടും. അവളെല്ലാവരോടും ചോദിച്ചു ഇത് ആരുടെയെങ്കിലും കാശ് രൂപം എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ, കൃപാസനത്തിലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇതുവരെയും ആരും വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ആ ഒരു കാശ് രൂപം നഷ്ടപ്പെട്ടതിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇത് വഴിയെങ്കിലും ആരെങ്കിലും ഈ കാശ് രൂപത്തിന് അവിടെ ഉണ്ടെങ്കിൽ അജിത് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽസിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അവരാരെങ്കിലും വന്നാൽ ഞാൻ ഇത് തിരിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. എൻ്റെ കാശ് രൂപം അല്ല, ഇത് വേറെ ആളുടേതാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കാണുകയാണെങ്കിൽ ഇത് തിരിച്ച് ഞാൻ കൊടുക്കും അവർക്ക്. രക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം എല്ലാവർക്കും ഞാനും എൻ്റെ ഇളയ ആളും കൂടെ 2 വീലറിൽ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ പള്ളിയുടെ നടയിൽ അല്ലാതെ എവിടെയെങ്കിലും റോഡിൽ എല്ലാവരും നിൽക്കുന്ന എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വിശേഷവും ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറില്ല. കാരണം ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാലോ എന്ത് വിശേഷം വന്നാലും ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചേട്ടൻ പോകുമ്പോഴേ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു പൊതി ചോറോ എന്തെങ്കിലും കൊടുക്കും. അല്ലെങ്കിൽ പുള്ളി പുറത്തുനിന്നെങ്കിലും വാങ്ങി ആർക്കെങ്കിലും ഒരു പൊതി ചോറോ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. പിന്നെ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി 1 രൂപയെങ്കിലും എന്നെ കൊണ്ടാകുന്നത് ഞാൻ സഹായം ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൃപാസനത്തിൽ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഉടമ്പടി എടുത്ത കുറേ ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി സഹായങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ കൊണ്ടാകുന്ന എല്ലാവരും ഞങ്ങൾ ഒരു തുക ചെയ്ത് വിചാരിച്ച് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അവർ തന്നെ
തന്നെയാണ് കൊണ്ട് കൊടുക്കാനും ഡ്രസ്സോ ആഹാരമോ എന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്യാറുണ്ട്. പിന്നെ എന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ജപമാല എന്തെന്ന് പോലും അറിയാത്ത ഞാനിപ്പം ജപമാല എടുക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, 2 നേരം പ്രാർത്ഥനയുണ്ട്, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ചൊവ്വാഴ്ച. എല്ലാം എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം ചെയ്യാറുമുണ്ട്, പ്രാർത്ഥിക്കാറും എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണത് മായ എന്ന് പറയുന്ന ഒരു ചേച്ചി പരിചയപ്പെടുത്തിയിട്ടാണ്. അത് ഞാൻ പറയില്ല, കാരണം അവർ പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ ഒരു പള്ളി സ്വപ്നം കാണുകയാണ്. പള്ളി വന്നപ്പോഴത്തേക്കും നല്ല മാല റോഡിൽ ഇങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അയ്യോ ഒരു പള്ളിയുണ്ട് നമുക്ക് തൊഴാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ 2 സൈഡിലും മാലാകന്മാരെ പോലെ കുഞ്ഞ് പിള്ളേർ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാൻ വന്നപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് അകത്തോട്ട് കയറാം. അപ്പം എന്നോട് ഒരാൾ പറയുന്ന മോളെ ഇന്ന് ഭയങ്കര തിരക്കാണ്, നിങ്ങൾ പോയാലും അകത്തോട്ട് കയറി നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. അപ്പം ഞങ്ങൾ അന്ന് എനിക്ക് വന്ന് ഞാൻ അകത്ത് എങ്ങനെയും ഇടിച്ച് കയറിയെങ്കിലും ഞാൻ മാതാവിനെ എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ച് വിഷമത്തിൽ പോയി ഞാൻ പുറത്തുള്ള ഒരു മാതാവിനെ തൊഴിച്ചു വന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ വരണമെന്നുള്ളത്. അങ്ങനെ വന്ന് അവസാനം ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും ഒരു സൺഡേ ആണ് വന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ആൾ. പക്ഷെ അന്ന് ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഞാൻ സ്വപ്നത്തിൽ കണ്ട പള്ളിയാണെന്ന് പറയുന്നത്. അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു മാതാവാണ് യഥാർത്ഥത്തിൽ മാതാവെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ എല്ലാം തൊഴുതിട്ട് ഇവിടെയൊക്കെ വന്നെങ്കിലും ഇവിടെ അന്ന് ധ്യാനം ഉള്ളത് കൊണ്ട് ഭയങ്കര ആളായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവിടെ എന്താണെന്ന്. അപ്പം ഞാൻ അങ്ങ് വീട്ടിൽ പോയി. 3-ൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിലും മാതാവിനെ കണ്ടില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്നതും ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം വരുമ്പോൾ മാതാവിനെ കാണില്ല എന്നായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. രണ്ടാമത് ഞാൻ പിന്നെ 1 മാസം കഴിഞ്ഞാണ് വന്നപ്പോഴാണ് ഞാൻ മാതാവിനെ കാണുന്നത്. എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടുത്തെ മാതാവിനെയും ഈശോയെയും എല്ലാവരെയും കാണുന്നത്. പിന്നെ എനിക്ക് ഒരു 11 വർഷമായിട്ട് എൻ്റെ 2 കാലും ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര കോച്ചി പിടിക്കാൻ കാരണം ഉറക്കത്തിൽ എണീച്ചിരുന്ന ഭയങ്കര കരച്ചിലാണ് ഞാൻ. ഭയങ്കര കരച്ചിൽ, നല്ല വേദനയാണ് കാല് കോച്ചി പിടിച്ച്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ടൂറൊക്കെ പോകാൻ പറ്റില്ല, കാരണം അത്രയും കാല് കോച്ചി പിടിക്കുക, തണുപ്പൊന്നും അടിക്കാൻ പറ്റില്ല. എപ്പോഴും കാലിൽ മരുന്നിട്ടിരിക്കണം, അല്ലെങ്കിൽ സോക്സ് ഇടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലം കൊണ്ട് എൻ്റെ കാലിൽ പറഞ്ഞിട്ട് അമ്മേ ഞാൻ എത്ര ദിവസം കൊണ്ട് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് നല്ലതായിട്ട്, അതുകൊണ്ട് എനിക്ക് ഒന്ന് ഉറങ്ങണോ അമ്മേ, ഈ അസുഖം ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ച് ഉടമ്പടി തൈലം എന്നും ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് 6 മാസമായിട്ട് ഞാൻ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എത്ര തണുപ്പിൽ നിന്നാലും കുഴപ്പമില്ല, രാത്രി കാല് മൂടാറില്ല. ഞങ്ങളിപ്പോൾ ഓണത്തിന് തന്നെ ഞാൻ എവിടെ തണുപ്പത്തെല്ലാം പോയിട്ട് പോലും എനിക്ക് കാല് കോച്ചി പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഒരു കാലിൽ കോച്ചി പിടിക്കലും മാറ്റി തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചതിലും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു ഞാനും.